നാരദമുനിയുടെ ചോദ്യത്തിനു മുന്നിൽ വിവേകമുദിച്ച രത്നാകരൻ എന്ന വേടൻ നാരദമുനിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നിടത്താണ് രാമായണകഥയുടെ ഒന്നാം ഭാഗം നമ്മൾ നിർത്തിയത്. ഒന്നാം ഭാഗം കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. രത്നാകരന്റെ മനസ്സറിഞ്ഞ നാരദമുനി രത്നാകരന്റെ പാപമോചനത്തിനായി ഈ രാമനാമം ജപിച്ച് തപസ്സിലറിയാൻ രത്നാകരനോട് കൽപ്പിച്ചു. എന്നാൽ പാപം മാത്രം ചെയ്ത രത്നാകരന്റെ നാവുകൾക്ക് രാമനാമം വഴങ്ങിയില്ല. അവസാനം ഒരു ഉപായമായി നാരദമുനി രത്നാകരനോട് മരാമര എന്ന് വേഗത്തിൽ ഉരിയിടാൻ കൽപ്പിച്ചു. സർവഭൗതിക ചിന്തകളും ഉപേക്ഷിച്ച് ശ്രീരാമനാമം എന്ന് കൽപ്പിച്ച് ചൊല്ലിയ മരാമര എന്ന വാക്കുകൾ അവസാനം രാമനാമമായി രത്നാകരനിൽ അലിഞ്ഞു ചേർന്നു. തമസാ നദീതീരത്തെ ഘോരവനത്തിൽ തപസ്സിലലിഞ്ഞ രത്നാകരനെ ചിതൽപുറ്റുകൾ അല്പാൽപമായി വന്ന് മൂടാൻ തുടങ്ങി. രത്നാകരൻ താൻ ചിതൽപുറ്റിനാൽ മൂടുന്നത് അറിഞ്ഞതേയില്ല. അത്രമാത്രം രാമഭക്തിയിൽ മുഴുകിപ്പോയിരുന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. രത്നാകരനെ തപസ്സിന് കൽപ്പിച്ച നാരദമുനി രത്നാകരനെ കാണാൻ ആ ഘോരവനത്തിലെത്തി. പക്ഷേ രത്നാകരനെ കണ്ടില്ല. പകരം രത്നാകരൻ തപസ്സിലിരുന്ന സ്ഥലത്ത് വലിയൊരു ചിതൽപുറ്റ് കണ്ടു. നാരദമുനി ചിതൽപുറ്റിനടുത്തേക്ക് നടന്നു. ചിതൽപുറ്റിനടുത്തേക്ക് നടന്ന നാരദൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ആ പുറ്റിനുള്ളിൽ നിന്ന് അതീവ ഉച്ചത്തിലും ഭക്തിപൂർവവും രാമരാമ എന്ന നാമം നിരന്തരം കേൾക്കാമായിരുന്നു. രത്നാകരൻ രാമനാമം ജപം ഉള്ളിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നുവെന്ന് നാരദമുനി അറിഞ്ഞു. രത്നാകരൻ ആത്മീയതയുടെ പരകോടിയിൽ എത്തിയെന്നും അവൻ്റെ തപസ് പൂർത്തിയായെന്നും മനസ്സിലാക്കിയ നാരദമുനി ഉടൻ തന്നെ ആ ചിതൽപുറ്റ് പൊളിച്ച് മാറ്റുകയും ഉള്ളിലിരുന്ന രത്നാകരനെ കൈപ്പിടിച്ച് പുറത്തെടുക്കുകയും ചെയ്തു. ചിതൽപുറ്റിൽ നിന്നും പുറത്തു വന്ന രത്നാകരൻ മുൻപുണ്ടായിരുന്ന ക്രൂരനായ കൊള്ളക്കാരനായിരുന്നേയില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ബ്രഹ്മ തേജസ്സും മനസ്സിൽ ലോകത്തോടുള്ള മുഴുവൻ കാരുണ്യവും നിറഞ്ഞിരുന്നു. ചിതൽപുറ്റിൽ നിന്നും രണ്ടാമതൊരു ജന്മം ലഭിച്ചതുപോലെ പുറത്തു വന്നതുകൊണ്ട് നാരദ മഹർഷി അദ്ദേഹത്തെ വാൽമീകി എന്ന് പേരിട്ടു അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു വേടൻ പൂർണ്ണമായും മാറി ഒരു മഹർഷിയായി ലോകത്തിന് മുന്നിലേക്ക് നടന്നു വന്നു.